നമസ്കാരം. സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന DGP ആയ ജേക്കബ് തോമസ് എന്ന IPS ഉദ്യോഗസ്ഥനോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാട്ടിക്കൊണ്ടിരിക്കുന്ന വിദ്വേഷത്തിൻ്റെയും പകയുടെയും വൈരാഗ്യത്തിൻ്റെയും കഥകൾ പലതവണ ഞാൻ പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുണ്ട്. മനഃസാക്ഷിയെ നടുക്കുന്ന, കരഞ്ഞു പോകുന്ന ദ്രോഹമാണ് ജേക്കബ് തോമസിനോട് ചെയ്യുന്നത് എന്ന് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിലൂടെ അവതരിപ്പിക്കുകയുണ്ടായി. അതായത് ഒറ്റപ്പാലത്തിനും ഷൊർണൂറിനും ഇടയിലുള്ള ആർക്കും ഇഷ്ടമില്ലാത്ത, ഒരു പണിയും നടക്കാത്ത ഒരു പൊതുമേഖലാ സ്ഥാപനം കേരള മെറ്റൽസിൻ്റെ MD ആയി അദ്ദേഹത്തെ നിയമിച്ചുകൊണ്ട് പക വീട്ടുന്നതിൻ്റെ ഞെട്ടിക്കുന്ന കഥ. അതിനുവേണ്ടി ആ പദവിയെ സംസ്ഥാനത്തെ രണ്ടാമത്തെ DGP പദവിയായി, വിജിലൻസ് ഡയറക്ടറുടെ പദവിക്ക് തുല്യമായി ഉയർത്തിയ ദ്രോഹത്തിൻ്റെ കഥ ഞാൻ പറയുകയുണ്ടായി. അവിടെ അദ്ദേഹത്തിന് ഒരു ടെലിഫോണില്ല, ഡ്രൈവറില്ല, വണ്ടിയില്ല, ചായയില്ല, പിയൂണില്ല എന്നൊക്കെ ഞാൻ പറയുകയുണ്ടായി. ഇന്നിപ്പോൾ പുറത്തു വരുന്ന ആധികാരികമായ വിവരം രസകരമാണ്. ഒന്ന്, ഈ നിയമനം തന്നെ നിയമവിരുദ്ധമാണ്. കാരണം ഒരു സ്ഥാപനത്തിൻ്റെ, അത് പൊതുമേഖലാ ആകിക്കോട്ടെ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിലെ സ്ഥാപനമായിക്കോട്ടെ, ഒരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആകണമെങ്കിൽ അതിൻ്റെ ഡയറക്ടറായി ആദ്യം നിയമിക്കപ്പെടണം. ഇവിടെ വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനം എന്ന നിലയിൽ അദ്ദേഹത്തെ ആദ്യം ഡയറക്ടറായി നിയമിക്കേണ്ടത് EP ജയരാജൻ എന്ന വ്യവസായ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തിന് താല്പര്യമില്ല. കാരണം EP ജയരാജൻ അറിയാം എത്ര നിസ്സാരമായ പദവിയിലാണ് ഇരിക്കുന്നതെങ്കിലും പണി തരാൻ ജേക്കബ് തോമസിന് അറിയാമെന്ന്. അതുകൊണ്ട് ഡയറക്ടറായി നിയമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മാനേജിംഗ് ഡയറക്ടർ നിയമനം നിയമവിരുദ്ധമാകുന്നു, സർക്കാർ പ്രതിസന്ധിയിലാകുന്നു എന്നതാണ് വാർത്ത. എന്നാൽ ഞാൻ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അതല്ല. നിയമവിരുദ്ധമെങ്കിൽ നിയമവിരുദ്ധം. സർക്കാരിൻ്റെ ഒരു ഉത്തരവുമായി അവിടെ പോയി ആ പദവി ഏറ്റെടുത്ത ജേക്കബ് തോമസ്, സർക്കാർ വിചാരിച്ചത് ഏറ്റെടുക്കത്തില്ലെന്നാണ്. ഏറ്റെടുത്ത ജേക്കബ് തോമസ്, എനിക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഒന്നാം തരം പണി തുടങ്ങിയിരിക്കുന്നു. കൊല്ലൻ്റെ ആലയിലേക്കാണ് ജേക്കബ് തോമസിനെ പറഞ്ഞു വിട്ടത് സർക്കാർ. അദ്ദേഹത്തിന് ആയുധങ്ങൾ നിർമ്മിക്കുന്ന പണി, അതായത് തൂമ്പയും കൈക്കോട്ടുമൊക്കെ നിർമ്മിക്കുന്ന പണി അതില്ലെങ്കിലും പണ്ടങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥാപനത്തിലേക്ക്. പക്ഷേ അവിടെ ഒന്നാം തരമായി ചൂള തീകിട്ട് ചൂടാക്കി അദ്ദേഹം ഒന്നാം തരം ആയുധം പണിതുകൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് ജേക്കബ് തോമസ് പറഞ്ഞത് 101 വെട്ടാൻ പറ്റിയ ആയുധങ്ങൾ ഞാൻ ഉണ്ടാക്കുമെന്ന്. ജേക്കബ് തോമസിൻ്റെ വാക്കുകൾ ശരിയാണ് എന്ന് വിവരങ്ങൾ നൽകുന്നു. കിട്ടിയ ഈ ദിവസങ്ങളിൽ ജേക്കബ് തോമസ് പരമാധികാരിയായി, ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിക്കപ്പെട്ട ഈ ദിവസങ്ങളിൽ അദ്ദേഹം നല്ല കൃത്യമായി ഈ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ കഴിഞ്ഞ 50 വർഷത്തെ മുഴുവൻ ഇടപാടുകളും പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ഇതിൽ രാഷ്ട്രീയക്കാർക്കുള്ള പങ്ക്, അതായത് ഇത് വലിയ ഒരു എന്താണ് പറയുക, ഒരുപാട് വലിയ സ്ഥാപനമല്ലെങ്കിലും ഒരുപാട് ഇടപാടുകൾ നടക്കുന്നില്ലെങ്കിലും വലിയ അഴിമതിയുടെ ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു കൂത്തരങ്ങായിരുന്നു. അവിടെ ഈ തീവട്ടിക്കൊള്ളയുടെ കഥകൾ പുറത്തേക്ക് വരുന്നെന്നും EP ജയരാജൻ അടക്കം, അതായത് ഈ സർക്കാരിൻ്റെ ജേക്കബ് തോമസിനോട് പിണറായി വിജയൻ ശത്രുവായി മാറിയ EP ജയരാജൻ അടക്കമുള്ളവർക്കുള്ള മുട്ടൻ പണിക്കുള്ളതൊക്കെ ജേക്കബ് തോമസിൻ്റെ കയ്യിൽ കിട്ടി എന്നുമാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് ജേക്കബ് തോമസിന് എവിടിട്ടാലും അദ്ദേഹം പണി കൊടുക്കും, മുട്ടൻ പണി കൊടുക്കും. അത് ഈ സർക്കാരിന് തലവേദനയാകും എന്നതിനുള്ള ഉദാഹരണമായി മാറുകയാണ്. ജേക്കബ് തോമസ് വമ്പൻ അഴിമതിയുടെ കഥകൾ, അഴിമതിയുടെ ഫയലുകൾ പൊടി തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഔദ്യോഗിക ഫയലുകളായി, രേഖകളായി പുറത്തേക്ക് വരുമ്പോൾ, ഔദ്യോഗിക അന്വേഷണമായി വിജിലൻസിനോ മറ്റോ കൈമാറ്റപ്പെടുമ്പോൾ, ഇത് ഔദ്യോഗിക ഫയലാകുമ്പോൾ ഈ സർക്കാർ മാറിയാലും അടുത്ത സർക്കാരിനെങ്കിലും അന്വേഷിക്കേണ്ടി വരും. അദ്ദേഹം മാനേജിംഗ് ഡയറക്ടർ നിലയിൽ കണ്ടെത്തുന്ന വിവരങ്ങൾ ഈ സർക്കാരിലെ പലരുടെയും ഉറക്കം കെടുത്തുന്നതാണ്. പ്രത്യേകിച്ച് പല ഉദ്യോഗസ്ഥന്മാരുടെയും രാഷ്ട്രീയക്കാരുടെയും ഉറക്കം കെടുത്തുന്നതാവും എന്നു തന്നെയാണ് സൂചന. കാരണം ജേക്കബ് തോമസ് അങ്ങനെയാണ്. എന്തു ചെയ്താലും കൂസലില്ലാത്ത, എന്തു സംഭവിച്ചാലും കുലുങ്ങാത്ത ഒരു ഉദ്യോഗസ്ഥൻ. അതായത് സർക്കാർ കാട്ടിയിരിക്കുന്ന അബദ്ധം എന്ന് വേണമെങ്കിൽ പറയാം. സർക്കാർ നിയമിക്കാതെ മാറ്റി നിർത്തിയതാണ്, പക്ഷെ ഒടുവിൽ അദ്ദേഹത്തെ നിയമിക്കേണ്ടി വന്നു. അതുകൊണ്ട് അദ്ദേഹം ജോയിൻ ചെയ്യുകയില്ല എന്ന് കരുതിയാണ് അദ്ദേഹത്തെ ആർക്കും വേണ്ടാത്ത ഒരു പദവി, ഡെപ്യൂട്ടി കളക്ടറുടെ അപ്പുറത്തേക്കുള്ള ആരും ഇരുന്നിട്ടില്ലാത്തൊരു പദവിയിൽ കൊണ്ടിരുത്തിയത്. അവിടെ നടന്ന തീവെട്ടിക്കൊള്ളകളെക്കുറിച്ച് പലർക്കും അറിയത്തുപോലുമില്ല. പല പാർട്ടി നേതാക്കന്മാരും കുടുങ്ങുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. എന്തായാലും ജേക്കബ് തോമസിനെ
പണി കൊടുക്കാൻ സർക്കാർ ഇറങ്ങിയിട്ട് സർക്കാരിന് പണി കൊടുക്കുന്ന സാഹചര്യം തെളിഞ്ഞു വരുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്.